ഹായ്, ഞാൻ ഫായിസ. ഞാൻ ലെൻസിൽ സ്കിൽ ലെവൽ പേപ്പർ ചെയ്യുന്ന സ്റ്റുഡൻ്റാണ്. എൻ്റെ സ്കില്ലിലെ ലാസ്റ്റത്തെ പേപ്പറാണ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ACCA ലെൻസിലേക്ക് വന്നതാണ്. ഞാൻ ഡിഗ്രിയുടെ കൂടെ തന്നെ ACCA ചൂസ് ചെയ്തിരുന്നു സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ തന്നെ. അന്നേരം ഞാൻ സെൽഫ് സ്റ്റഡിയൊക്കെ തന്നെ കുറച്ച് പഠിച്ചിരുന്നത്. ഞാൻ ഭയങ്കര ഫ്ലെക്സിബിളായിരുന്നു. ACCA എന്ന് പറയുന്ന CMA CA കമ്പയർ ACCA നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ എക്സാം എഴുതാം. നമ്മൾ എപ്പോഴാണോ പഠിച്ചു കഴിയുന്നത് അപ്പോൾ ഓരോ പേപ്പർ വെച്ച് നമ്മൾ എക്സാം എഴുതിയാൽ മതി. അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോൾ കുറച്ചും കൂടി നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ള ഇത് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഡിഗ്രിയുടെ കൂടെ ഞാൻ എടുത്തു. ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതി, പക്ഷെ അത് പാസ്സായില്ല. പിന്നെ വീണ്ടും ഇമ്പ്രൂവ് ആക്കി. പിന്നെ ഡിഗ്രിയുടെ കൂടെ പിന്നെ ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി അടിച്ചുപൊളി ആ ഒരു മൈൻഡാണല്ലോ. പ്രൊഫഷണൽ കുറച്ചും കൂടി നമ്മളൊന്ന് സീരിയസ്നെസ് കൊടുക്കണം. പക്ഷേ ഭയങ്കര നമ്മൾ ഫുൾ ടൈം സീരിയസ് ആയിരുന്ന് ചെയ്യേണ്ട ഒരു കോഴ്സല്ല. നമ്മളെല്ലാവരുടെയും മൈൻഡ് സെറ്റിൽ ACCA എന്ന് പറയുമ്പോൾ തമാശ കളിയൊന്നുമില്ല. ഫുൾ നമ്മൾ 24 hour കണ്ടിന്യൂ സീരിയസ് ആയിരുന്നു പഠിക്കണം. അങ്ങനെ ഒരു മൈൻഡാണ് മിക്ക സ്റ്റുഡൻസിൻ്റെ ഉള്ളിലുള്ളത്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ബേസിക്കലി എന്താണോ ആ ഒരു രീതി വെച്ചിട്ട് തന്നെ നമുക്ക് എക്സാം ഈസി ആയിട്ട് പാസ്സാവുന്നതേ ഉള്ളൂ. കുറച്ചൊക്കെ നമ്മുടെ ഹാർഡ് വർക്ക് നമ്മൾ ഇട്ടാൽ മതി. അങ്ങനെ രണ്ടാം തവണ നമ്മൾ എഴുതി. ഡിഗ്രി കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ഒരു ഗ്യാപ്പിലിരുന്ന് പഠിച്ച് എഴുതി. അങ്ങനെ പിന്നെ ഒരു പേപ്പർ പാസ്സായി. പിന്നെയാണ് ഈ ലെൻസിൻ്റെ പിന്നെ നമ്മുടെ ഡിഗ്രി കഴിഞ്ഞു. ഇനി അടുത്ത ഓപ്ഷൻ നമ്മൾ എവിടെ പഠിക്കണം എന്നുള്ളത് ഓപ്ഷൻ എന്തായാലും മനസ്സിലായി. ACCA എന്നുള്ളൊരു ഓപ്ഷനാണെന്നുള്ളത്. പിന്നെ അത് എവിടെ പഠിക്കണം എന്നുള്ളൊരു ഓപ്ഷനായിരുന്നു. അപ്പോൾ നമ്മളിവിടെ അന്വേഷിച്ചു. എൻ്റെ നാട് തൃശ്ശൂരാണ്. പക്ഷേ അവിടെ എനിക്ക് പുറത്ത് പോയി പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ലെൻസ് ബേസിക്കലി എനിക്ക് ആദ്യം വന്നപ്പോൾ ഭയങ്കര ഒരു മടുപ്പ് തോന്നി. കാരണം പുതിയ ആൾക്കാർ, പുതിയ സ്ഥലം, പിന്നെ വീട്ടിൽ നിന്ന് മാറിക്കുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനത്തെ ഒരു കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ബേസിക് നല്ലതായിരുന്നു. എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇവിടെ ആയാലും പഠിപ്പിക്കുന്നതായാലും സാറുമാരൊക്കെ കമ്പനിയാണെന്നാൽ ക്ലാസ് ടൈമിൽ ആ ഒരു സീരിയസ്നെസ്സോടുകൂടി നമുക്ക് പഠിപ്പിച്ചിരുന്നു ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും ക്ലിയറിങ് എല്ലാം നമുക്ക് ഡൗട്ട് ക്ലിയറിങ് ആയിട്ട് മെയിനായിട്ട് നമുക്ക് മെൻറ്റേഴ്സ് ഉണ്ട്. മെൻറ്റേഴ്സ് ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡൗട്ട് ചോദിക്കുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. അങ്ങനെ അവരുടെ സൈഡിൽ നോക്കുമ്പോൾ നല്ലതാണ്. നമുക്ക് സ്റ്റുഡൻസിന് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അതുപോലെ പരിപാടികളായാലും നമുക്കൊരു +2 കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻസിന് ഡിഗ്രി ലൈഫില്ല എന്നുള്ളൊരിത് കുറച്ചൊക്കെ നമുക്ക് ഇവിടുന്ന് മാറുന്നുണ്ട്. കാരണം ഓരോ ഓണം സെലിബ്രേഷൻ, ക്രിസ്മസ്, അങ്ങനെ ഓരോ സെലിബ്രേഷൻസും നമ്മൾ നല്ല രീതിക്ക് തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ്. നമുക്ക് കളിയുടെയും തമാശയും എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് പഠിച്ചു പോവാം. പഠിപ്പ് മാത്രം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒന്നുമല്ല, എല്ലാം ഉണ്ട് നമുക്കിവിടെ. അങ്ങനെ കൊച്ചിയിൽ കോഴിക്കോടൊക്കെ നമ്മളിങ്ങനെ അന്വേഷിച്ച്. അപ്പോൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ബെറ്റർ ആയിട്ടൊരു ഓപ്ഷൻ നമുക്ക് ലെൻസായിട്ട് തോന്നി. അപ്പോൾ തന്നെ നമ്മൾ ജോയിൻ ചെയ്തു. ഞാനൊരു പ്രൈം സ്റ്റുഡൻ്റ് ആണ്. എല്ലാ പേപ്പേഴ്സും എനിക്കാകെ ഇനി 4 പ്രൊഫഷണൽ 4 പേപ്പറും പിന്നെ സ്കില്ലിൽ 2 പേപ്പറും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പ്രൈമായിട്ട് അങ്ങ് എടുത്തു. അതിൽ ഒരു പേപ്പർ ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തന്നെ എഴുതി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. സെൽഫ് സ്റ്റഡി പഠിക്കുമ്പോൾ നമുക്ക് കുറേ കൺസെപ്റ്റും നമുക്ക് മനസ്സിലായിരുന്നില്ല. ഭയങ്കര എഫേർട്ടുണ്ട്. ഓരോ ടെക്സ്റ്റ് നമ്മൾ ഓരോ സെൻറ്റൻസും വായിച്ച് നമ്മൾ തന്നെ മനസ്സിലാക്കി പഠിക്കുന്നതാണ്. ഒരു സാറിൻ്റെ ഹെൽപ്പോട് കൂടി പഠിക്കുമ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് എഫേർട്ട് മാത്രം നമ്മൾ ഇട്ടാൽ മതി എന്നുള്ള ആ ഒരു ഇത് ഡിഫറൻസ് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ അത് പാസ്സായി. ഇപ്പോൾ രണ്ടാമത്തെ പേപ്പറാണ് ചെയ്യുന്നത്. ACCA നമ്മൾ പാസ്സായി പാർട്ട് ക്വാളിഫൈഡ് ആയിട്ട് ജോബിന് കയറാമെന്നുള്ളൊരു മൈൻഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഫുൾ പേപ്പർ പാസ്സായിട്ട് നമ്മൾ ACCA മാനേജർ, ഫൈനാൻഷ്യൽ മാനേജർ, ഓഡിറ്റർ, നമുക്ക് വെറൈറ്റി ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഏതൊരു കമ്പനിക്കായാലും അക്കൗണ്ടൻ്റ് എന്ന് പറയുന്ന ഒരാളെ എന്തായാലും ആവശ്യമാണ്. അത് ഏതൊരു കമ്പനിക്കും അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് വെറൈറ്റീസ് ഓഫ് ഓപ്ഷൻ ഏത് കമ്പനിക്ക് വേണമെങ്കിൽ നമുക്ക് പോവാം, നമ്മുടേതായൊരു ഓപ്ഷൻസ് നോക്കിയിട്ട്. കാരണം ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിനായാലും ഏത് ഫീൽഡിൽക്കും അക്കൗണ്ടൻ്റ് എന്ന് പറയുന്ന ഒരു ആളുടെ ഭയങ്കരമായിട്ടൊരു ആവശ്യമുണ്ട് അവിടെ. അപ്പോൾ പിന്നെ ടാക്സ് പ്രാക്ടീഷനായാലും ഓഡിറ്റർ, ഫൈനാൻഷ്യൽ മാനേജർ, പെർഫോമൻസ് മാനേജർ, നമുക്ക് ഏതിലേക്ക് വേണം എല്ലാ പേപ്പറും നമ്മൾ ക്ലിയർ ചെയ്ത് വരുന്ന കാരണം നമുക്ക് ഏത് മേഖലയിലേക്കാണോ പോകേണ്ടത് അവിടേക്ക് നമുക്ക് പോകാം. പിന്നെ ഈ ലെൻസിലാകുമ്പോൾ നമുക്ക് സ്റ്റഡി ടൈം മാത്രമല്ല, നമുക്ക് രാത്രി വരെ നമുക്ക് പഠിക്കാതിരിക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ ക്ലാസ് കഴിഞ്ഞ് വന്ന് നമുക്കൊരു 10 മണി വരെ 11 മണി വരെ ഇവിടെ അവർക്ക് ഓപ്പൺ ആയിരിക്കും. നമുക്ക് ആ ടൈമിൽ ഇവിടെ ഇരുന്ന് പഠിക്കാം. സാറുമാരുണ്ടാവും. അപ്പോൾ നമുക്ക് ഡൗട്ട് ചോദിക്കാം, ക്ലിയർ ചെയ്യാം. എപ്പോഴും ഇവിടെ ആക്സസിബിൾ ആണ്. നമുക്ക് വന്നിരിക്കാനും പഠിക്കാനും ഒക്കെ നമുക്ക് ആക്സസിബിൾ ആണ്. എക്സാമിൻ്റെ ടൈമിലായാലും നമുക്ക് ഡൗട്ട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക്
ഭയങ്കരമായിട്ട് എല്ലാവരും ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, മെൻറ്റേഴ്സ് ആയിക്കോട്ടെ, നമുക്ക് എപ്പോഴും എന്ത് ആവശ്യം വന്നു കഴിഞ്ഞാലും പറഞ്ഞുതരാൻ അവർ റെഡിയാണ്. പിന്നെ നമ്മുടേത് കയ്യിൽ നിന്ന് എഫേർട്ട് നമ്മൾ കുറച്ച് ഇട്ടാൽ മതി. മിക്ക സ്റ്റുഡൻസും ഡിഗ്രിക്കൊക്കെ എന്ന് പറയുമ്പോൾ എക്സാമിൻ്റെ തലേസ് ഇരുന്ന് പഠിക്കുന്ന ഒരു സിസ്റ്റമാണ്. അതൊക്കെ ഒന്ന് കുറച്ച് മാറ്റണം. തലേസൊന്നും ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. കുറച്ച് ഒരു ലോങ് ഗ്യാപ്പ് ഒക്കെ എടുത്ത് ഒരു 15 ദിവസം കൊണ്ടൊക്കെ ഫുൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു പേപ്പർ പാസ്സാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു 15 പേപ്പർ നമ്മൾ കയ്യിൽ നിന്ന് എഫേർട്ട് ഇട്ടിട്ട് നല്ല രീതിക്ക് പിന്നെ 50 മാർക്ക് നമുക്ക് കിട്ടിയാൽ മതി. അതിൽ ഈസി പിക്കിങ് പറ്റും നമുക്ക് 50 മാർക്ക്. അപ്പോൾ മിക്ക സ്റ്റുഡൻസ് പഠിക്കാണ്ട് പോയി എക്സാം എഴുതണം നോക്കുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം പഠിച്ച് നമുക്കൊരു ഏകദേശം ഒരു കോൺഫിഡൻസ് ആയിട്ട് പോയി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പാസ്സാവുന്നതാണ്.